അതുവിടെ ഇഹ്റാം ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ പരിചയപ്പെടുത്തി. എന്നാൽ ജിദ്ദയിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ അത് മതിയാകുമോ? ജിദ്ദ എന്ന് പറയുന്നത് മീഖാത്തിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, മക്കയിൽ താമസിക്കുന്ന ആളുകൾ മക്കയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്താൽ മതിയാവും. മീഖാത്തിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്യാം. എന്നാൽ മീഖാത്തിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള ആളുകൾ, അതിൽ ജിദ്ദ പെട്ടു, ജിദ്ദ അല്ലാത്ത വേറെയും ജമ്മൂം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് എവിടെയാണോ അവർ താമസിക്കുന്നത് എങ്കിൽ അവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത്. മക്കക്കാരായ ആളുകൾ മക്കയിൽ നിന്നാണ്, മീഖാത്തിൽ വിട്ടുകിടക്കുന്നവർ മീഖാത്തിൽ നിന്നുമാകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളുകൾ അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ചാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ മീഖാത്തിലൂടെ അല്ലാതെ മീഖാത്തുകൾക്ക് ഇടയിലൂടെ കടന്നു വരുന്ന ആളുകളും ഉണ്ടാകും. അങ്ങനെ വരുന്ന ആളുകൾക്ക് അവർ കടന്നു വരുമ്പോൾ ഏറ്റവും അടുത്ത മീഖാത്ത്, ദൂരം കൊണ്ട് അടുത്ത മീഖാത്ത് ഏതാണോ അതിന് നേരെയാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. അതിൻ്റെ മുമ്പെന്നാകുന്നതുകൊണ്ട് വിരോധമല്ല. മീഖാത്ത് വിട്ട് കടന്നാൽ പിന്നെ പ്രയാസം സൃഷ്ടിക്കും, അറവും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം ഏറ്റവും അടുത്ത മീഖാത്തിനോട് ചേർന്നതാണ് ചെയ്യേണ്ടത്. ഇനി രണ്ട് മീഖാത്തും തുല്യകരമാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മീഖാത്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ മീഖാത്തിൻ്റെയും മക്കയുടെയും ഇടയിൽ താമസിക്കുന്ന ഏത് നാട്ടുകാരാണെങ്കിലും അവരുടെ ആ സ്ഥലത്ത് വെച്ചാണ് അവർ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ പറയുമ്പോൾ ഒന്നും കൂടെ പറയാം, ഉംറയാണെങ്കിൽ മക്കയിൽ താമസിക്കുന്ന ആളുകൾ മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ മതിയാവുകയില്ല. അവർ അദ്നൽ ഹില്ല്, ഹറം ബൗണ്ടറിയുടെ പുറത്ത് പോയിട്ടാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അതിന് നിശ്ചയിക്കപ്പെട്ട ചില മീഖാത്തുകളുണ്ട്, ഏറ്റവും അഫ്ളലായ മീഖാത്തുകൾ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഉംറക്ക് പോകുമ്പോൾ ഇഹ്റാം ചെയ്ത ജെറാന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ ഇഹ്റാം ചെയ്തിട്ടുള്ള തൻഈം, ആയിഷ പള്ളി എന്നൊക്കെ പറയപ്പെടുന്ന അവിടെ വെച്ചാണ് മറ്റൊന്ന്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും കൂടെ മക്കയിലേക്ക് പോകുമ്പോൾ തമ്പടിച്ചിരുന്ന അവിടെ നിന്ന് പിന്നീട് തിരിച്ചു പോകേണ്ട ഒരു ഘട്ടം വരെ ഉണ്ടായല്ലോ, തടയപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അതാണ് ഹുദൈബിയ സന്ധി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഹുദൈബിയയിൽ വെച്ചും ഇഹ്റാം ചെയ്യൽ അഫ്ളൽ തന്നെയാണ്. എന്നാൽ ഹറം ബൗണ്ടറിയുടെ പുറത്ത് എവിടെ വെച്ചിട്ടും ഉംറക്ക് ഇഹ്റാം ചെയ്യാവുന്നതാണ്.